ആൻസ, ചേച്ചി ഇന്ന് നല്ല കഥ പറയട്ടെ? ആ, ഓക്കെ. അപ്പോളേ നമുക്ക് ഒരു നല്ല കഥ പറയാം. ഒരു ദിവസമില്ലേ, കാട്ടിലില്ലേ, ഒരു നല്ല കാടായിരുന്നേ, നല്ല ഭംഗിയുള്ളൊരു കാട്. ആ കാട്ടിലില്ലേ ഒരു സിംഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാട്ടിൽ ഒരു സുഖമില്ല, നല്ല ഭംഗിയായിരുന്നു കാടൊക്കെ കാണാൻ. പക്ഷെ ആ കാട്ടിലെ സിംഹക്കാരന് ഒന്നും കൊള്ളത്തില്ലായിരുന്നു. ഒരു ദിവസമില്ലേ, ഈ മൃഗങ്ങളെല്ലാം പേടിച്ച് മരത്തിന് പുറകെ പോയി പോത്ത് വിറച്ചിരിക്കുവാണ്. വിറച്ചിരിക്കുമ്പോഴില്ലേ, ഇവരെല്ലാരും കൂടെ ഒരു തീരുമാനം എടുത്തു, ഒരു മീറ്റിംഗ് കൂടാന്ന് തീരുമാനം എടുത്തു. മീറ്റിങ്ങിൽ ഒരു കുറുക്കൻ പറഞ്ഞു, നമുക്കില്ലേ കുറുക്കൻ, ആ കുറുക്കനില്ലേ പറഞ്ഞു, നമുക്കെല്ലാരും ഓരോ ദിവസവും സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഓരോ ഇരയായിട്ട് ചെല്ലണം. എല്ലാരും പറഞ്ഞു സമ്മതിച്ചേക്കാം. അങ്ങനെ 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 ആഴ്ചകളൊക്കെ കഴിഞ്ഞു പോയിട്ടൊരു മുയലിന്റെ സമയം. മുയല് ഭയങ്കര ബുദ്ധിമാനായിരുന്നു. മുയലില്ലേ പോകുന്ന വഴിയിലില്ലേ നല്ലപോലെ ചിന്തിച്ചിട്ടാ പോയത്. ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ഐഡിയ കണ്ടുപിടിച്ചു. അങ്ങനില്ലേ സിംഹത്തിന്റെ ഗുഹയിലോട്ടെല്ലാം ഭയങ്കര ലേറ്റായി, താമസിച്ചു പോയി. അങ്ങനെ 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 അങ്ങനില്ലേ സിംഹത്തിന്റെ ഗുഹയിൽ ചെന്നപ്പോ സിംഹം ദേഷ്യപ്പെട്ട് ചോദിച്ചു, നീ എന്നെ ഇത്ര താമസിച്ചേന് ഇവിടെ എത്താൻ? അപ്പോഴില്ലേ സിംഹം എന്നാ പറഞ്ഞ, അപ്പൊ മുയൽ എന്നാ പറഞ്ഞെന്ന് പറയട്ടെ. ഞാൻ വരുന്ന വഴി വെച്ച് വേറൊരു രാജാവിനെ കണ്ടു. ആ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ സിംഹത്തിന് ഭയങ്കര മടിയാന്ന്, എന്തു പറഞ്ഞാലും കേക്കില്ലാത്തൊരു പൊട്ട സിംഹമാണ്. അത് കേട്ടപ്പോഴില്ലേ ആ സിംഹത്തിന് ദേഷ്യം വന്നേ. ദേഷ്യം. ആ സിംഹം പറഞ്ഞേ, എവിടെയാണ് എന്നെ മര്യാദയ്ക്ക് അവളെ കൊണ്ടുപോകാൻ? ആ സിംഹമില്ലേ ആ മുയലില്ലേ സിംഹത്തിനെയും കൂട്ടിക്കോണ്ട് ഒരു കിണറിനടുത്തോണ്ട് പോയി. ആ കിണറിന്റെ അടുത്തെത്തിയപ്പോൾ മുയല് പറഞ്ഞു, ഈ കിണറിന്റെ അകത്തുണ്ടെന്നാ സിംഹം. ആ കാട്ടിലെ രാജാവില്ലേ കിണറിന്റെ അകത്തോട്ട് നോക്കിയപ്പോൾ ആ സിംഹത്തിന്റെ നിഴല് തന്നെ കണ്ടു. നിഴല്. അപ്പോഴില്ലേ ആ സിംഹം ഒന്നും ചിന്തിക്കാതെ കിണറ്റിലോട്ട് കയറി ചാട്ടം. ഇത് മണ്ടൻ സിംഹം അല്ലേടാ. എന്നിട്ടില്ലേ അങ്ങനെ ചാടിയിട്ട് ആ ചാടുന്ന മുയലിന് ഭയങ്കര സന്തോഷമായി. കാരണം സിംഹം പോയില്ലേ, സിംഹത്തിന് കയറി വരാൻ പറ്റുമോ? സിംഹം ചത്തു. അങ്ങനെ 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 മുയല് സന്തോഷിച്ച് എല്ലാവരുടെ അടുത്തേന്ന് ഉള്ള കാര്യം പറഞ്ഞു. അങ്ങനെ കാര്യം അങ്ങനില്ലേ പിന്നെ നല്ല ശാന്തമായ ഒരു കാടായി. ഇഷ്ടപ്പെട്ട കഥ? നല്ല കഥയല്ലേ? നല്ലോണം ഇഷ്ടപ്പെട്ടല്ലേ? ഞാനേ ഗുണപാഠം കൂടെ പറയട്ടെ. നമ്മള് എന്ത് കാര്യം ചെയ്താലും ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. നമ്മൾ ആപത്തിലൊക്കെ പോയി പെടില്ലേ, നല്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം ചെയ്യാനേ. ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് നമ്മൾ ആപത്തിന്ന് രക്ഷപ്പെടണം. ഓക്കെ കൂട്ടുകാരെ, നല്ല കഥയൊക്കെ കേട്ടില്ലേ? ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയാലോ? നല്ല കൂർക്കം വലിച്ച് കിടന്ന് ഉറക്കല്ലേ. ഗുഡ് നൈറ്റ്, ടാറ്റാ. നാളെ ഞങ്ങള് കഥയായിട്ട് വരുവേ.